മണപ്പുറത്ത് മെഗാ തിരുവാതിര ഒരുങ്ങുന്നു. ആലുവ താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 29-നാണ് മെഗാ തിരുവാതിര. ആലുവ NSS യൂണിയൻ ഒരു വർഷമായി സംഘടിപ്പിച്ചു വരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് ആലുവ മണപ്പുറത്ത് മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നത്. ആലുവ താലൂക്ക് NSS വനിതാ യൂണിയന്റെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര അരങ്ങേറുന്നത്. ഡിസംബർ 29 വൈകിട്ട് 4-ന് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയാകും. MLA-മാരായ അൻവർ സാദത്ത്, റോജി M. ജോൺ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു ബോധവൽക്കരണ പരിപാടി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ, പ്രധാന മയക്കുമരുന്നാണ് ഉദ്ദേശിച്ചത്. അതിന് പേര് കൊടുത്തത് മന്നം ജ്വാലായാത്ര എന്നും മന്നം സ്മൃതി യാത്ര എന്നും 2 ജാഥകളാണ് സംഘടിപ്പിച്ചത്. ഇത് ആലുവ താലൂക്കിലെ 72 കരയോഗങ്ങളിലൂടെ എല്ലാ ഞായറാഴ്ചകളിലും സഞ്ചരിച്ചെത്തുക, ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. മന്നത്തിന്റെ പേര് കൊടുക്കാൻ കാരണം വൈക്കത്ത് അന്നത്തെ സാമൂഹ്യ അനാചാരമായ അയിത്തത്തിനെതിരെ മന്നം സംഘടിപ്പിച്ച സവർണ ജാഥയുടെ 100-ാം വർഷം കൂടിയാണിത്, 2024. അപ്പോൾ ആ 100-ാം വർഷത്തെ അനുസ്മരണവും ഒപ്പം ഇന്നത്തെ സാമൂഹ്യമായ അല്ലെങ്കിൽ മാരകമായ വിപത്ത് എന്നർത്ഥത്തില് മയക്കുമരുന്നിനെതിരെ ശക്തമായൊരു ജാഥ, 2 ജാഥകള് 2 വശത്തേക്കായിട്ട് ആലുവ താലൂക്കിന്റെ 2 വശത്തേക്ക്, ഒന്ന് അങ്കമാലി ഭാഗവും മറ്റേ ആലുവ ഭാഗവും, അത് ഞങ്ങൾ സംഘടിപ്പിച്ചു. സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു വിപത്തിനെ ചെറുക്കാൻ വനിതാ ശക്തിയെ ഉണർത്തുക, ആ ലക്ഷ്യമാണ് ഇന്നത്തെ ഈ പരിപാടിക്കുള്ളത്. അപ്പോ ഇത്തവണ ഞങ്ങള് പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചത് അമ്മമാരെ, സഹോദരിമാരെ, സ്ത്രീകളെയായിരുന്നു. സ്ത്രീകൾക്ക് ഒരു അവബോധം നൽകുക, അവരെ ബോധവൽക്കരിക്കുക, മയക്കുമരുന്നിനെതിരെ സ്വന്തം വീടിന്റെ വാതിൽ കടന്ന് മയക്കുമരുന്ന് എത്താതിരിക്കാൻ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, ഇതായിരുന്നു ഞങ്ങളുടെ ബോധവൽക്കരണ പരിപാടികളിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. കുട്ടികളെ എങ്ങനെ ശ്രദ്ധിക്കണം, കുട്ടികളായിട്ട് എങ്ങനെ സമയം ചെലവിടണം, സ്കൂളിൽ കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ തുടർ പരിപാടികൾ വീണ്ടും ഒരു കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇത് ഈ വർഷം സമാപിക്കുന്നത് ഈ മെഗാ തിരുവാതിരയോടെയാണ്.